ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന രണ്ട് സാധനം വെച്ചിട്ട് ഒരു ടിപ്പ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എന്താണ് ഇന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുക്കർ വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കറാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഇതിൻ്റെ സ്ക്രൂ ലൂസായിട്ട് അങ്ങനെ തുരുമ്പ് പിടിച്ച് അങ്ങനെ ടൈറ്റ് ഇളകിയിട്ട് അങ്ങനെ ഇറുകിപ്പോയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ടൈറ്റ് ആക്കാൻ പറ്റുന്നില്ല. പിടിയാണെങ്കിൽ നല്ല ലൂസായിട്ടുമുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കാം കേട്ടോ നമുക്കിന്ന്. അപ്പോൾ ഇത് പുതിയ കുക്കറാണ് കേട്ടോ. ഇതിന് മുന്നേ എൻ്റെ അടുത്ത് 2 ലിറ്ററിൻ്റെ വേറൊരു കുക്കർ ഉണ്ടായിരുന്നു. അത് സംഭവിച്ചത് ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ തുരുമ്പ് പിടിച്ചിട്ട് ആണി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അയക്കാനോ തിരിക്കാനോ ഒന്നും പറ്റാതായിട്ട് ലാസ്റ്റ് വരെ അങ്ങനെ തന്നെ ഉപയോഗിച്ചത് കേട്ടോ. അത് അയക്കാൻ പറ്റാതെ പിന്നെയാണ് ഈ ഐഡിയ മനസ്സിലായത് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള 2 സാധനങ്ങളും മാത്രം മതി കേട്ടോ അതിന്. അപ്പോൾ അതിന് 2 സ്പൂണ് സുർക്ക എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് അപ്പസോഡയാണ് കേട്ടോ. അപ്പോൾ അപ്പസോഡ ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുർക്കയിൽ അപ്പസോഡയും കൂടി ഇട്ടപ്പോൾ നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികമൊന്നും എടുത്തിട്ടില്ല, ഇത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ സ്ക്രൂവിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന വിധത്തിൽ വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം മാത്രം ഒഴിച്ചാലൊന്നും തുരുമ്പ് ഇളകി വരില്ല കേട്ടോ. അപ്പോൾ ഇത് തീരുന്നത് വരെ ഉറ്റിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഒരേ ഇതിൽ ഒഴിക്കരുത്, ഒറ്റിച്ച് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് പിന്നെ ഉണങ്ങി വരുമ്പോൾ പിന്നെ ഒറ്റിച്ച് കൊടുക്കുക. അങ്ങനെ ഒറ്റിച്ച് 4-5 തവണ ഒറ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇത് രാവിലെയാണ് കേട്ടോ ചെയ്ത് വെച്ചത്, വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയിൽ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പൂയിക്കറ ഇളകി വന്നതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പം ഞാൻ ഇടയിൽ സ്ക്രൂ വെച്ചിട്ടൊന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലുള്ളത് മുഴുവൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറകൾ തുരുമ്പ് കറ നല്ല ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ക്രൂ ഒന്ന് നല്ലൊന്ന് ലൂസായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒന്ന് സ്ക്രൂ നല്ലൊന്ന് ഇളക്കി ലൂസാക്കി പുറത്തെടുക്കാതെ അങ്ങനെ പിന്നെ നല്ലൊന്ന് തിരിച്ച് നല്ലൊന്ന് ടൈറ്റാക്കി വിട്ടാൽ മതി കേട്ടോ. അപ്പോൾ തുരുമ്പ് കറയൊക്കെ പോയിട്ടുണ്ടാവും. ആദ്യം നമ്മൾ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിരിക്കുമ്പോൾ അതങ്ങനെ കിടന്നിട്ട് വെറുതെ മൊത്തത്തിൽ ഇങ്ങനെ തിരിയായിരുന്നു കേട്ടോ. സ്ക്രൂ ഇളകാതെ അങ്ങനെ തിരിയായിരുന്നു. ഇപ്പോൾ ഞാൻ നല്ലൊന്ന് ടൈറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ടുണ്ട്. എന്നാലും ഇനി ലൂസാകുന്ന ടൈമിൽ ഇടയ്ക്കൊന്ന് ടൈറ്റാക്കി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ പാത്രത്തിൻ്റെ മേലെ ഇങ്ങനെ വെള്ളക്കറയായിട്ടുള്ളത് പിന്നെ ആ സുർക്കയും പിന്നെ അപ്പസോഡയും ആയിട്ടുള്ള കറയാണ് കേട്ടോ. അത് നല്ലൊന്ന് തേച്ച് കഴുകണം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആ വെള്ളപ്പാട് അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള 2 സാധനങ്ങൾ മതി കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ വീട്ടിലങ്ങനത്തെ തുരുമ്പ് പിടിച്ചതോ ആണിയോ അയക്കാൻ പറ്റാത്ത സ്ക്രൂവോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ ഇന്ന് ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.